2021 7 മാസം വണ്ടി. ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഒരു ബൈക്കിൻ്റെ വില ആകുന്നില്ല, ഒരു ഹിമാലയനൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വില ആകുന്നില്ല. ഓക്കെ. ഒരു കാറ് സ്വന്തമാക്കും ഓട്ടോമാറ്റിക്, അതും 2012 മോഡൽ അല്ലേ? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറിയുന്നുണ്ട് വണ്ടിയുടെ കണ്ടീഷൻ ഫീലുണ്ടല്ലോ. അതിന്റെ മുന്നേ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അത് ഞാൻ അത്ര ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ. ഇഞ്ചക്ടർ അടി അങ്ങനെ എന്തെങ്കിലും ഒരു സൗണ്ട് ഇല്ലല്ലോ? സ്മൂത്ത് ആണ്? ഒന്നുമില്ല. ഇവിടെ വേണമെങ്കിൽ വർക്ക്ഷോപ്പ് കൊണ്ടുപോയി കാണിച്ചു നോക്കിയിട്ട് എടുത്താൽ മതി പാർട്ടിയുടെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ തൃശ്ശൂർ ജില്ലയിൽ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാണ്. വന്നിരിക്കുന്ന ഷോറൂം ബ്രോസ്കാസ് ആണ്. ബ്രോസ്കാസ് ഹുസൈൻ ക നമ്മുടെ കൂടെ ഉണ്ട്. നമസ്കാരം. ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മമ്മിയൂരാണ്, ഗുരുവായൂരിൻ്റെ അടുത്ത് മമ്മിയൂരിൽ നിന്ന് കുന്നംകുളം പോകുന്ന റൂട്ടിൽ ലിറ്റിൽ ഫ്ലവർ കോളേജിന്റെ ഓപ്പോസിറ്റ് രാജ ഇന്ത്യൻ ഓയിൽ പമ്പ്, അതിന്റെ സൈഡിൽ നമ്മളെല്ലാ വീഡിയോസിലും ബൈഹാർട്ടായിട്ട് ഇങ്ങനെ പറയാണ്. ഓക്കെ. അപ്പോൾ അതാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പിന്നെ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ബ്രോസ് കാണിച്ചു തുടങ്ങിയപ്പോൾ ഇവർ ആദ്യം ചാവക്കാട് ഭാഗത്തായിരുന്നു ഷോറൂം ഉണ്ടായിരുന്നത്, പിന്നെ ഇങ്ങോട്ടേക്ക് മാറിയതാണ്. എല്ലാവർക്കും അറിയാം, സ്വിഫ്റ്റ് കാറുകളുടെ ഒരു ചാകര കിട്ടുന്ന ഒരു ഷോറൂമാണ്. ഏത് ടൈപ്പ് സ്വിഫ്റ്റും ഇന്നും നമ്മൾ കാണിക്കുന്നുണ്ട്. സ്വിഫ്റ്റ് കാറുകൾ, പിന്നെ കോമ്പാക്ട് SUV, എല്ലാ സെഗ്മെന്റ് വാഹനമുണ്ട്. ചെറിയ ബഡ്ജറ്റിലും എല്ലാം ഉണ്ടല്ലോ. XUV ഉണ്ട്, അതേപോലെ സഡാന്, ഹാച്ച് ബാക്ക്, ചെറുവണ്ടികളൊക്കെ റേറ്റ് കുറച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. എല്ലാ ടൈപ്പ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ. അത്രേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ വണ്ടികളുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കാൻ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ, അതൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാലോ? ഓക്കെ. ആദ്യ വാഹനം ഒരു ചെറിയ വാഹനത്തിൽ നമുക്ക് തുടങ്ങാം. ഡാറ്റ്സൺ റെഡിഗോ KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. AMT അല്ലേ? അതെ. എത്ര ഓടിപ്പോ? 50,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണർ. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല? ഒന്നുമില്ല. 50,000 നോർമൽ ഓട്ടാണ്. 5 വർഷം കൊണ്ട് 5-5.5 വർഷം ആവാറായിട്ടുണ്ടാവും അല്ലേ? നോർമൽ ഓട്ടാണ്. ഒരു ക്ലെയിമിൽ ഏത് ഓപ്ഷൻ ടോപ്പ് ആണോ? അല്ല, ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്നതാണ്. പവർ വിൻഡോ വരുന്നില്ല? പവർ വിൻഡോ വരുന്നുണ്ട്. ഓക്കെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സും ഉണ്ട്. ഒരു 70% എബോവ് 4 ടയേഴ്സും ലഭ്യമായിട്ട്. എടുക്കുന്ന പാർട്ടിക്ക് ഒരു വർക്കില്ല? ഒന്നുമില്ല, വർക്കൊന്നുമില്ല. എടുത്ത് കൊണ്ടുപോയാൽ മതി. ഓക്കെ. എത്ര കൊടുക്കാം? ഓയിലൊക്കെ ഇപ്പോൾ മാറിയുള്ളൂ, വണ്ടിയുടെ മാറിയുള്ളൂ അല്ലേ? അപ്പോൾ സർവീസ് ഒരു 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഓക്കെ. എത്ര കൊടുക്കുക? ഞങ്ങൾക്ക് ലാസ്റ്റ് 2.75 കൊടുക്കാം. 2.25 ലക്ഷം രൂപയ്ക്ക് 2018 ഒരു ഓട്ടോമാറ്റിക് കാർ നിങ്ങൾക്ക് സ്വന്തമാക്കാം അല്ലേ? ഒരു ബൈക്കിന്റെ വില 2 ലക്ഷം രൂപ ലോണും കിട്ടും. ഒരു ബൈക്കിന്റെ വില ആകുന്നില്ല, ഒരു ഹിമാലയനൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ വില ആകുന്നില്ല. ഓക്കെ. ഒരു കാറ് സ്വന്തമാക്കാം ഓട്ടോമാറ്റിക്, അതും 2.5 വരെ ലോൺ കിട്ടും. 2 ലക്ഷം രൂപ ലോൺ. ഓക്കെ. 25,000 രൂപ ഉണ്ടാൽ ഇറക്കാൻ പറ്റുന്ന ഒരു മുതലാണിത്. മിസ്സാക്കണ്ട. അടുത്ത വണ്ടി വീണ്ടും ഒരു ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനം തന്നെയാണ്, സെലേറിയോ KL 46. ഓക്കെ, പറഞ്ഞോളൂ. ഇത് 2015 മോഡൽ. ഇത് ഓട്ടോമാറ്റിക് തന്നെയാണ്. ഓക്കെ, പറഞ്ഞോളൂ. ബാക്കി സിംഗിൾ ഓണറാണ്. 40,000 കിലോമീറ്റർ ഓട്ടം, വളരെ ലോ കിലോമീറ്റർ അല്ലേ? 40,000 സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഏവറേജ് നമ്മളൊരു പെട്രോൾ വണ്ടി ഒരു 10,000 കിലോമീറ്റർ വർഷത്തിൽ കൂട്ടുകയാണെങ്കിൽ ഒരു 70,000 ഓടേണ്ട സമയമായി. 70,000 80,000 ഓടേണ്ട സമയമായി. പക്ഷേ അതിൻ്റെ പാതി ഓടിയിട്ടുള്ളൂ, 40,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. VXI ആണോ? VXI ഓട്ടോമാറ്റിക്. അന്ന് VXIയിൽ തന്നെ ഓട്ടോമാറ്റിക് ഉള്ളൂ തോന്നുന്നു ഇതിൽ. ഓക്കെ. 2015 സെലറിയോ ആണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ക്ലെയിം പീസ് വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ്. സിംഗിൾ ഓണർ. ഓക്കെ. എത്രയായിപ്പോൾ ആസ്ക് ചെയ്യുന്നത്? നമുക്ക് ഒരു 390 കൊടുക്കാം. 3,90,000. വളരെ ലോ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഹാൻഡ് കാറിലേക്ക് വരുമ്പോൾ കിലോമീറ്റർ, ഓണർഷിപ്പ്, ക്ലെയിം, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വില അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുക. ഓക്കെ. അപ്പോൾ 3,90,000 രൂപയ്ക്ക് 2015 സെലേറിയോ VXI ഓട്ടോമാറ്റിക് വാഹനം, വെറും 40,000 കിലോമീറ്റർ ഓടിയ വാഹനം സ്വന്തമാക്കാം. ഒരു 3.5 ലക്ഷം ലോൺ കിട്ടും. ഒരു 3.5 കിട്ടും. 40,000. ഇതും ചെറിയ ഡൗൺ പേയ്മെൻ്റ് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് വലിയൊരു എമൗണ്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റും. ഇനി പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറക്കിക്കോ, വെറുതെ ലോൺ അടിച്ച് കഷ്ടപ്പെട്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ. ഓക്കെ. അടുത്ത വണ്ടി ഡാറ്റ്സൺ കണ്ടു, മാരുതി സുസുക്കി കണ്ടു. അടുത്ത ഹ്യുണ്ടായി ആണ്. KL 35 രജിസ്ട്രേഷൻ വരുന്നത്. 35 എവിടെയാണെന്ന് അറിയോ? 35 അറിയില്ല. എന്നാ പോട്ടെ, സോറി. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. പാലയല്ലോ? പാല ഡൗട്ട് ഉണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. എങ്ങനെയാ? ഇത് 2013 മോഡൽ. ഓക്കെ. 70,000 കിലോമീറ്റർ ഓട്ടം, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 15 പറഞ്ഞ മോഡൽ? 13. സോറി. ഓക്കെ. 2013 മോഡലാണ്, ബേസ് മോഡൽ. ഓക്കെ. ക്ലെയിം ഒന്നുമില്ല? ഓട്ടോ എത്ര പോയി? ഓട്ടോ 70,000 കിലോമീറ്റർ. 70,000. അതും കുറവാണ്. അതായത് വണ്ടിയെ നല്ല ക്ലീൻ ആണ്, അപാകതൊന്നുമില്ല, നീറ്റ് ആണല്ലേ? എടുക്കുന്ന പാർട്ടി ഒരു ഫിനിഷിംഗ് ഒന്നും ചെയ്യാനില്ല. നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ്. വൃത്തിക്ക് കൊണ്ട് നടക്കാൻ പറ്റും. ഓക്കെ.
മൈലേജ് ഒരു 15 ഉള്ളിലൊക്കെ കണ്ടാൽ മതി. 15-16 റേഞ്ച്. ആ റേഞ്ചിൽ കണ്ടാൽ മതി. എത്ര കൊടുക്കാം? നമുക്ക് 2,40 കൊടുക്കാം. 2,40,000 രൂപയ്ക്ക് ഈ ഒരു വാഹനവും നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2013 ഐട്ടനാണ്, പഴയ ഷേപ്പാണ് വാഹനം. ലോൺ എത്രയായിരുന്നു? 2 ലക്ഷം കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ. അടുത്തതും ഐട്ടനാണ്, KL9 പാലക്കാട് രജിസ്ട്രേഷനുള്ള വാഹനം. എങ്ങനെ അവസാനിക്കാതെ? ഇത് 2007-8 രജിസ്ട്രേഷൻ, 7 മോഡൽ 8 രജിസ്ട്രേഷൻ. ഓക്കെ. 4 വർഷത്തെ പേപ്പർ ഉണ്ട്. വേറെ റീപ്ലേസ് ഒന്നുമില്ല, മേജറായിട്ടൊന്നുമില്ല. ഓക്കെ. 4 വർഷത്തേക്കുള്ള ടാക്സ് കാര്യങ്ങളൊക്കെ ഫിറ്റാണ് വണ്ടി. വലിയ കുഴപ്പമില്ല, കണ്ടിട്ട് ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും വണ്ടി നീറ്റാണ്. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഉണ്ട്, ഒരു ആവറേജ് ഉണ്ട്, ടയേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ 1,10,000 കൊടുക്കുക ലാസ്റ്റ്. 1,10,000 രൂപയ്ക്ക്. ഇനി 4 വർഷം പേപ്പർ ബാക്കിയുള്ള വാഹനമാണ്. ഇതേത് ഓപ്ഷൻ വരുന്നതിൽ? വേറെ തന്നെയാണ്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് കേട്ടോ. പവർ വിൻഡോ ചെയ്ത അല്ല, ഉണ്ട്, കമ്പനി വരുന്നുണ്ട്, ഓൾറെഡി വരുന്നുണ്ട്. ബാക്കിൽ ഇനി ഏറാന്ന് ഒട്ടിച്ചാന്നറിയില്ല, അതിന് ബുക്ക് കൊടുത്ത് നോക്കിയേക്കണം. സംശയം ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. പവർ വിൻഡോ എന്തായാലും 4 ഡോർ പവർ വിൻഡോ ഉണ്ട്, സ്റ്റീരിയോ കമ്പനി വരുന്നുണ്ട്, ബാക്ക് വൈപ്പറും വരുന്നുണ്ട്. അപ്പം മാഗ്ന ആവാൻ സാധ്യത ചാൻസ് ഇല്ല. ഓക്കെ. ബാക്ക് വൈപ്പർ വരുന്നുണ്ട്, സ്പോർട്സ് ആയിട്ട് ആയിരിക്കും കേട്ടോ. സാധനം മാറിയിട്ടുണ്ട്. എന്നാലും റേറ്റ് എന്നാലും മാറുന്നില്ല. സാധനം മോഡൽ കൂടുകയാണെങ്കിലും റേറ്റ് മാറുന്നില്ല. 1,10,000 രൂപയ്ക്കല്ലേ? ഓക്കെ. ബാക്കി ബോണസ് ആണെന്ന് വിചാരിച്ചാൽ. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ ഒരു ക്ലെയിം ഒന്നുമില്ല. ക്ലെയിം ഇല്ല. ലോണ് ചാൻസ് ഇല്ലല്ലോ? ഇല്ല, കുറവാണ്. ചെറിയ എമൗണ്ടാണ്, ലോണൊക്കെ എടുത്താൽ നഷ്ടമായിരിക്കും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു റെഡ് പോളോ KL8 തൃശ്ശൂർ രജിസ്ട്രേഷനുള്ള വണ്ടി. അതെ. എങ്ങനെയാ? ഇത് 2011 ലാസ്റ്റ് വണ്ടി. ഓക്കെ. 1 lakh കിലോമീറ്റർ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന പാർട്ടി പറഞ്ഞത്. 11 പറഞ്ഞത്? 11. ഓക്കെ. ഏതാ, ഡീസലോ പെട്രോളോ? ഡീസലാ. ഇത്ര ഓടിയുള്ളൂ? ഓക്കെ. മേജറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങൾ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാം അല്ലേ? സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്താലൊക്കെ വളരെ സ്മൂത്താണ് കാണാം. 1.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ. ഇഞ്ചക്ടർ അടി അങ്ങനെ എന്തെങ്കിലും ഒരു സൗണ്ട് സ്മൂത്ത് ആണ്? ഒന്നുമില്ല. ഇവിടെ വേണമെങ്കിൽ വർക്ക്ഷോപ്പ് കൊണ്ടുപോയി കാണിച്ചു നോക്കിയിട്ട് എടുത്താൽ മതി പാർട്ടിയുടെ. ഓക്കെ, അത്രേ ഉള്ളൂ. സ്കാൻ ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. അതൊക്കെ 11 വണ്ടിയാണ്, അതിൻ്റെതായ ഒരു കുറവുകളുണ്ട്. ഓക്കെ ഓക്കെ. ക്ലെയിം ഒന്നുമില്ലല്ലോ, മേജർ ആക്സിഡൻറ്റോ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. ഒരു നീറ്റ് വണ്ടി. 2011 പോളോ 1.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വാഹനമാണ്. കംഫർട്ട് ലൈനാ? മിഡിൽ ഓപ്ഷനാ? അതെ. ഇത് ട്രെൻഡ് ബേസാണ്. ഓക്കെ. കുഴപ്പമില്ലാത്ത ഫ്രണ്ട് ടയേഴ്സ് ഉണ്ട്, ബാക്ക് ഒരു ആവറേജ് ഉള്ളൂ. എത്രയാ? നമുക്ക് 2,60 കൊടുക്കാം. 2,60. 2011 ഡീസൽ പോളോ ആണ്. 2,60,000 ആസ്കിങ് ആണ് അല്ല ഈ ഒരു പ്രൈസ്? അല്ല, ഫൈനലാ? ഇത് ഫൈനലാ. ഏതാ മുടിച്ചാ? 2,60,000 ഫൈനൽ റേറ്റ്. ഓക്കെ. ലോണ് കിട്ടത്തില്ലല്ലോ? ലോൺ ഒരു 1.25 കിട്ടും. ബാങ്ക് കിട്ടുമോ അതോ ഫിനാൻസ്? ബാങ്ക് കിട്ടില്ല, ഫൈനാൻസ് ഉള്ള കിട്ടത്തുള്ളൂ. ഓക്കെ, നോക്കാം. റെഡ് കളറായ കാരണം ഭയങ്കര ഡിമാൻഡാണ്. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് പോളോയിൽ ഏറ്റവും കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അടുത്ത വണ്ടി മാരുതി സുസുക്കി ഈക്കോ വന്നു. വാനാണ്. KL54 പെരിന്തൽമണ്ണയാ? പൊന്നാനി. 53 പെരിന്തൽമണ്ണ അല്ല? ഓക്കെ, പറഞ്ഞോളൂ. ഇത് 2013 വണ്ടി. ഓക്കെ. 70,000 കിലോമീറ്റർ ഓടിയത്. AC ഈക്കോ. AC ഓപ്ഷൻ വരുന്ന ഈക്കോ ആണ്. 5 സീറ്റർ ആണ്. 2013 അല്ല? 70,000 ഫുള്ള് കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ഫുൾ സർവീസാണ്. ഓക്കെ. റീപ്ലേസ് ഒന്നുമില്ല. AC ഒക്കെ വർക്കിംഗ് അല്ലേ? AC വർക്കിംഗ് ആണ്. ഓക്കെ, ഒന്നുമില്ല. നല്ലൊരു ക്ലീൻ പീസ് വാഹനമാണ്. ഫുൾ ഹിസ്റ്ററിയുള്ള ഒരു ഈക്കോ ആണ്. അപ്പോൾ ഇപ്പോൾ പലരും ബിസിനസ് പർപ്പസിന് ഇതൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വാഹനങ്ങൾ നോക്കുന്നുണ്ട്. ഫാമിലി യൂസിനും പറ്റും. AC കൊണ്ട് അല്ലേ? നോക്കാനില്ല. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് 2,80,000 കൊടുക്കാം. 2013 അല്ല? 2,80,000 രൂപ. ഒരു 2 ലക്ഷം രൂപ നമുക്ക് ലോൺ കൊടുക്കാം. 30,000 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയൊരു വാനാണിത്. 2013 ഈക്കോ. ചെറിയ ഡൗൺ പേയ്മെൻറ്റുള്ള ഒരു ഇപ്പോൾ 3-4 വണ്ടി നമ്മൾ കാണിച്ചു അല്ലേ? ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഏകദേശം ബ്രാൻഡുകളൊക്കെ നമ്മൾ കാണിച്ചു. ഇനി ടൊയോട്ടയാണ്. ടൊയോട്ട ഗ്ലാൻസ KL48 വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ വാഹനമാണ്. തൃശ്ശൂർ ജില്ല അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. ഇത് 2019 മോഡൽ. 55,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണർ. ഏത് ഓപ്ഷൻ? ജി ആണ്. ജിയിലാണ് ബട്ടൺ സ്റ്റാർട്ട്, അലോയിൽ ഒരുമാതിരി ഓപ്ഷൻ എല്ലാം വരും. ടോപ്പിന്റെ താഴെ വീടിന്റെ തൊട്ട് താഴെ 2 ഓപ്ഷനിൽ വരുന്ന 2 ഓപ്ഷൻ ഉള്ളൂ. ഒരുമാതിരി ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വാഹനം തന്നെയാണ്. പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. 2020 2-ാം മാസം പറയുമ്പോൾ ഇപ്പോൾ 24, 4 വർഷം കറക്റ്റായി അല്ലേ? 4 വർഷം കറക്റ്റായിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർ. ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലെയിം വാഹനം അല്ല? വലിയ ഓട്ടവും പോയിട്ടില്ല. ഓക്കെ. കമ്പനി സർവീസോ? സർവീസ്. ഓക്കെ. പെട്രോളാണ്.
ഒരു 15 റേഞ്ചൊക്കെ അതെ 15 റേഞ്ച്, ഒരു 12 മുതൽ 15 ആ റേഞ്ച്, അതാണ് മൈലേജ്. പറഞ്ഞോളൂ, എത്ര കൊടുക്കും? നമുക്കൊരു 7 ലക്ഷം രൂപ കൊടുക്കാം. 7 lakhs അല്ല, 2020 ഗ്ലാൻസിയാണ്, ജി ഓപ്ഷൻ, 7 ലക്ഷം ആസ്കിങ് ആണോ ഫൈനലാണോ? ഇത് ലാസ്റ്റ് റേറ്റ് ആണ്. ലാസ്റ്റ് ആണ് പറയണേ, ലാസ്റ്റ് റേറ്റ് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഒരു 625 ഒക്കെ ലോൺ വരുമോ? ഒരു 6 ലക്ഷം രൂപ എന്തായാലും 6 വരെ കിട്ടും. ഓക്കെ, 50,000 കണ്ടാൽ ഇറക്കാൻ പറ്റും ഈ ഒരു വാഹനവും. പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ആണ്. ഇനി ബലേനോ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി തന്നെയാണ് അല്ലേ? സർവീസ് വേറെ പറയാണ്. ഓക്കെ, കുറച്ച് കോസ്റ്റും കൂടും അല്ലേ? വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇന്നോവ ഒരു റീഇന്നോവയാണ്. KL 17 തൊട്ട് റിയായതാണ്. ഇപ്പോൾ മൂവാറ്റുപുഴ രജിസ്ട്രേഷനിലാണ് ഉള്ളത് വാഹനം. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2012 മോഡൽ. ഓക്കെ, 290 ഓട്ടം. 290. അതെ, 2,90,000. പക്ഷേ ആ ഓട്ടം കറക്റ്റ് ആണെന്നാണ് വണ്ടി തോന്നുന്നത് കണ്ടിട്ട്. എഞ്ചിന്റെ സൈഡ് നോക്കുകയാണെങ്കിലും ഇന്റീരിയലൊക്കെ നോക്കുകയാണെങ്കിൽ ആ 290 ജെന്യുവൻ ഓട്ടം തന്നെയായിരിക്കും. അല്ല, ഞാൻ പറയാൻ വന്നത് വെച്ചാൽ സാധാരണ പറയും 2 ലക്ഷത്തിൽ താഴെ ഇന്നോവയെ കാണാറുള്ളൂ, കോമൺ ആയിട്ട് കമന്റ് വരുന്നത്. അതുകൊണ്ട് പറയാണ് 290 ഓടിയ G4 ഇന്നോവയാണ്, 2012 മോഡൽ അല്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറിയുന്നുണ്ട് വണ്ടിയുടെ കണ്ടീഷൻ ഫീൽ ഉണ്ട് അല്ലേ? അതിന്റെ മുന്നൊരു വണ്ടി ഉണ്ടായിരുന്നു, അത് ഞാൻ അത്ര ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്ന് വെച്ചാൽ നമുക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വണ്ടിയുടെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടി നമുക്ക് കസ്റ്റമറോട് പറഞ്ഞെന്ന് തോന്നിയതാണ്. എന്തായാലും മേജറായിട്ടുള്ള ആക്സിഡൻസോ ക്ലെയിമോ ഒന്നുമില്ലല്ലോ, അതെല്ലാം നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ഒന്നുമില്ല. എവിടുന്നാണ് മാറിയത്? ഡൽഹി വണ്ടിയാണോ? എവിടുന്ന് അറിയോ? അതറിയില്ല അല്ലേ? ഓക്കെ, എന്തായാലും ഇപ്പോൾ കേരള രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. നിങ്ങളിനി ഇതിൻ്റെ മുകളിൽ ടാക്സോ കാര്യങ്ങളോ ഒന്നും അടക്കണ്ട. എത്ര കൊടുക്കുക? 6.5 കൊടുക്കുക. 6,50,000 രൂപയ്ക്ക് 2012 G4 കേരള രജിസ്ട്രേഷൻ ആയ ഇന്നോവയാണ്. ഒരു അഡീഷണൽ ടാക്സോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഓക്കെ, ലോണ് കിട്ടൂലേ? എന്തായാലും ഒരു 5 ലക്ഷം വരെ കിട്ടും. ബാങ്ക് ലോൺ കിട്ടൂല? ബാങ്ക് കിട്ടില്ല, ഫിനാൻസ് കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. നീറ്റാണ്. എന്തായാലും ഇന്ത്യൻ റെക്സിറൊക്കെ തന്നെ നീറ്റാണ്. ICICI ബാങ്ക് കിട്ടും കേട്ടോ. ICICI ബാങ്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു 7 സീറ്റർ വന്നിരിക്കുകയാണ്. എർട്ടിഗയാണ്, KL 46 രജിസ്ട്രേഷനുള്ള എർട്ടിഗേൻ്റെ സെക്കൻഡ് അല്ല, 3rd ജനറേഷൻ അല്ലേ? പുതിയ മോഡൽ, ന്യൂ മോഡൽ, ഏറ്റവും ലേറ്റസ്റ്റ്. 3rd ജനറേഷൻ, 3 വന്നേ. ഷേപ്പ് മാറി വന്നേ. 2019 മൂന്നാമത്തെ ഷേപ്പ് അല്ലേ ഇത്? ആദ്യം 2 മുന്നേ മാറിയിട്ടുണ്ട്. മൂന്നാമത്തെ ന്യൂ മോഡൽ, ഇപ്പോഴത്തെ ന്യൂ മോഡൽ. ഓക്കെ, പറയുള്ളൂ. 2019 ലാസ്റ്റ് വണ്ടി, 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ, പെട്രോൾ ഹൈബ്രിഡ്. ഓക്കെ, അത്യാവശ്യം മൈലേജ് ഉണ്ടാവുമല്ലോ? മൈലേജ് അത്യാവശ്യം ഉണ്ടാവും. ഒരു 17 ഒക്കെ കിട്ടും. 17 മൈലേജും കിട്ടും. 2019 ലോ കിലോമീറ്റർ വാഹനമാണ്. മാനുവൽ. ഓക്കെ, പറയുള്ളൂ, എത്ര കൊടുക്കാം? ഇത് നമുക്ക് 8,90 കൊടുക്കാം ലാസ്റ്റ്. 8,90,000 രൂപയ്ക്ക് അത്യാവശ്യം നല്ല മൈലേജുള്ളൊരു ഹൈബ്രിഡ് 7 സീറ്റർ എർട്ടിഗ. ഞാൻ പെട്ടെന്ന് ഇന്നോവ ഇങ്ങനെ വായിൽ വരുന്നത്. 8 ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം. 8 ലക്ഷം വരെ. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഈ ഒരു 7 സീറ്ററും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. വലിയ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അല്ലേ? അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഓക്കെ, എന്തായാലും നോക്കാം. ഞാൻ ആദ്യം ഇന്നോവ പറഞ്ഞ ഡൗട്ട് ഉണ്ട്, ക്ഷമിക്കണം, പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. നോമ്പെടുത്തില്ല, പക്ഷെ അതുപോലെ തന്നെയാണ് ഏകദേശം കണ്ടീഷൻ, അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനം വന്നു. ഹോണ്ടയുടെ ജാസ് ആണ്, KL 46. പറഞ്ഞോളൂ. 2018 മോഡൽ. ഓക്കെ, ഓട്ടോമാറ്റിക് CVT. ലാസ്റ്റ് ഷേപ്പ് ഇതല്ലേ ജാസിൻ്റെ? ഓക്കെ, CVT എന്ന് പറഞ്ഞാൽ AMT പോലെ ഒന്നല്ല, സ്മൂത്ത് ആയിരിക്കും. ഗിയർ ലാഗോ കാര്യങ്ങളോ ഒന്നും നമ്മളറിയില്ല. പുറകോട്ടേക്ക് ഇറങ്ങുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, എത്ര ഓട്ടം പോയി? 20,000 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ അല്ലേ? 20,000 സർവീസ് കഴിഞ്ഞു. അതും കഴിഞ്ഞു. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ ആയിരിക്കും. സിംഗിൾ ഓണർ. വെൽ നീറ്റാണ് എന്തായാലും വണ്ടി. നമുക്ക് ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ വെൽ നീറ്റാണ് വണ്ടി. ഓക്കെ, പെട്രോൾ എഞ്ചിനാണ് വരിക. ഏകദേശം ഒരു 15ൻ്റെ ഉള്ളിലായിട്ട് മൈലേജ് ഉണ്ടാവും അല്ലേ? CVT ആണ്, അത്ര കിട്ടൂല. ഒരു 11 മുതൽ 14 വരെയൊക്കെ ഉണ്ടാവും. ഓക്കെ, മാക്സിമം. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നും സംഭവിച്ചില്ല. ഓക്കെ, ഒരു നീറ്റ് ഓട്ടോമാറ്റിക് വാഹനം, അതായത് ഡ്രൈവിംഗ് കംഫർട്ടുള്ള ഒരു വാഹനമാണ്. നല്ല സ്മൂത്തായിട്ട് ഓടിച്ചു പോകാൻ പറ്റിയൊരു വാഹനമാണ് അല്ലേ? ഓക്കെ, എത്ര കൊടുക്കാം? നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം. ഇതേ ഓപ്ഷൻ വരുന്നത്? ഇത് വി ആണല്ലേ? ഓക്കെ, 7 ലക്ഷത്തിന് വി ഓപ്ഷൻ. 2018 ഓട്ടോമാറ്റിക് CVT, വെറും 20,000 കിലോമീറ്റർ ഓടിയ ജാസാണ്. അപ്പോൾ ലോൺ ഒരു 6 ഒക്കെ കയറും. ചിലപ്പോൾ നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 7 ലക്ഷം തന്നെ കിട്ടും. ഫുൾ ലോൺ. ഇത് മാർക്കറ്റ് റേറ്റ് നോക്കുമ്പോൾ 8 ലക്ഷത്തിന്റെ അടുത്ത് കാണുന്നുണ്ട്, 8 ലക്ഷത്തിന്റെ അടുത്ത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ 7 ലക്ഷം വരെ കിട്ടാൻ സാധ്യത ഉണ്ട്, കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്, മറന്നു വേണ്ട. അതും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ അല്ലേ?
അടുത്തതാ ഇന്ത്യൻ നിർമ്മിത ആദ്യത്തെ സേഫസ്റ്റ് കാർ അല്ലേ, ടാറ്റ നെക്സോൺ ആണ്. KL54 പൊന്നാനി രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് അപ്പാർ ലുക്ക് കേട്ടോ. ഞാൻ സത്യം പറയാം, സൈഡ് നോക്കിയപ്പോൾ ഇതിൻ്റെ 4 അലോയ്സും അതേപോലെ തന്നെ ടയേഴ്സ് ബലൂണ് ചെയ്തിട്ടുണ്ട്. 4 അലോയ്സ് നല്ല അടിപൊളി അലോയ്സ് കയറ്റിയിട്ടുണ്ട്. ഒരു ഡിപ്പുണ്ട് വണ്ടിക്ക് മൊത്തത്തില്ല. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? 2021 7 മാസം വണ്ടി. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് AMT ആണ്. ഗിയർ ബോക്സ് വരിക. അതെ, ഒരു 15-ൻ്റെ ഉള്ളിലായിട്ട് മൈലേജ് കണക്കാക്കാം അല്ലേ? അതെ, 15-ൻ്റെ അകത്തായിട്ട്. എത്ര ഓട്ടം പോയി ഇപ്പോൾ 55,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണർ, സിംഗിൾ ഓണർഷിപ്പ്. 55 ചെറിയൊരു ഓട്ടം കൂടുതൽ പോയിട്ടുണ്ട്. ചെറിയൊരു ഓട്ടം കൂടുതൽ അല്ല. ഓക്കെ, പോയിട്ടുണ്ട്. മൈലേജ് ഉണ്ടായിരിക്കും ചിലപ്പോൾ. ഓട്ടോമാറ്റിക് ഉണ്ട് കേട്ടോ വണ്ടി. ഉണ്ടല്ലോ. 16, 17, 6. ഇത് ഏതാ ഓപ്ഷൻ വരുന്നെങ്കിൽ? ഇത് സൺറൂഫ് വരുന്ന ടൈപ്പാണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ് അല്ലേ? XL പ്ലസ് തന്നെയാണ്. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന വണ്ടിയാണ്. തൊട്ട് താഴെ തൊട്ട് താഴെ എക്സെറ്റ് ആയിരിക്കും അല്ലേ? പ്ലസ് അതിൽ സൺറൂഫ് വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പ്ലസ് ഡിഫോർ വരുന്നു. ഇതിൽ ഡിഫോർ കാണുന്നില്ല. ചെറിയ മാറ്റമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, എന്നാലും അലോയ്സ് ഒന്നും കമ്പനി അലോയ്സ് അല്ല, ഓൾറെഡി അലോയ്സ് വരുന്നതായിരിക്കും. പക്ഷേ കംപ്ലീറ്റ് മാറ്റി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈസും മാറ്റിയിട്ടുണ്ടോ? കുറച്ച് വലിയ സൈസ് ആക്കിയിട്ടുണ്ടോ അല്ലേ? സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എടുപ്പുണ്ട് വണ്ടി. ഓക്കെ, എത്രയും പാസ്? ലാസ്റ്റ് നമുക്ക് ഒരു 7,90 കൊടുക്കാം. 7,90,000 രൂപയ്ക്ക് 2021 എക്സെഡ് നെക്സോൺ ഓട്ടോമാറ്റിക് നെക്സോൺ ആണ്. എക്സെഡ് നെക്സോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 55,000 കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? ഓക്കെ, ഫുൾ കമ്പനി സർവീസ് ആണ്. ഫുൾ കമ്പനി സർവീസ്. ഓക്കെ, ലോൺ എത്ര ആയിരുന്നു? ലോണ് ഇതേപോലെ നല്ല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ തന്നെ സാധ്യതയുണ്ട്. നല്ല കസ്റ്റമറിന് ഉദ്ദേശിച്ചത് ട്രാൻസാക്ഷൻ, നമ്മളെ ട്രാൻസാക്ഷൻ സിവിൽ സ്കോറും ഒക്കെ നോക്കിയിട്ടുള്ള അതാണ് നല്ല കസ്റ്റമർ. വേറെ ഒന്നുമല്ല, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തതാ ഒരു ബ്രസയാണ്. വിറ്റാര ബ്രസ KL17 മൂവാറ്റുപുഴ, എറണാകുളം ജില്ല മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ വരുന്ന വിറ്റാര ബ്രസ. എങ്ങനെയാ ഹുസൈൻക? ഇത് 2018 മോഡൽ. ഓക്കെ, സിംഗിൾ ഓണറാണ്. ZD പ്ലസ് ഏറ്റവും ടോപ്പനാണ്. ഡീസൽ വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പൻ്റെ വാഹനം. എത്ര ഓട്ടം പോയിട്ടുണ്ട് ഇപ്പോൾ? ZD പ്ലസ് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഓട്ടം എത്ര പോയി? 85,000 കിലോമീറ്റർ ഓട്ടം. 85,000. ഒരു ഡീസൽ വണ്ടീൻ്റെ ഓട്ടം അല്ലേ? ഇപ്പോൾ ഒരു 5 വർഷം 6 വർഷം ആവാനായിട്ടുണ്ടാവും അല്ലേ? അതെ, അതെ. 6 വർഷമല്ല, 5 വർഷം ആവാനായിട്ടുണ്ടാവും. ഓക്കെ, ഒരു നോർമൽ ഡീസൽ വണ്ടിയുടെ ഓട്ടമാണ് ആ പോയത്. ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പിൻ്റെ ഡീസലാണ്. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. എൻ്റെ അടുത്ത് എന്തായാലും മൈലേജ് കിട്ടും. AMT ആണ് ഗിയർ ബോക്സ് വരും. അതുകൊണ്ടാണ് അത്ര വരാൻ ചാൻസ് ഇല്ല. വേറെ ക്ലെയിം എന്തെങ്കിലും? ഒന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. ക്ലീൻ പീസ് വാഹനം, സിംഗിൾ ഓണർ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 9,25,000 രൂപ കൊടുക്കാം. ഇത് ആസ്കിംഗ് ആണോ ഫൈനലാണോ? ലാസ്റ്റ് റേറ്റാണ്. ലാസ്റ്റ് റേറ്റ് ആണ്. 9,25,000 രൂപയ്ക്ക് 2018 ZDI പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക് ബ്രസ സ്വന്താക്കാം. ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. ഓക്കെ, ലോൺ എത്ര കയറും? ഏകദേശം ഒരു 8 ലക്ഷം രൂപ വരെ കിട്ടും. 8 ലക്ഷം വരെ ലോൺ കിട്ടും. 1.5 കണ്ട് ഇറക്കാൻ പറ്റും. ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഫൈലുള്ള കസ്റ്റമർ നമുക്ക് ചെയ്യാം. അത്യാവശ്യം പ്രൊഫൈൽ എന്ന് വെച്ചാൽ നിറത്തിൻ്റെ അടിസ്ഥാനത്തൊന്നുമല്ല കേട്ടോ. നമ്മുടെ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ അടിസ്ഥാനത്തിൽ മാത്രമാണ്, വേറെ ഒന്നുമില്ല. അതെ, അതെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോയാലോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ബ്രോസിൻ്റെ ഐക്കോണിക് വാഹനം വന്നു. സ്വിഫ്റ്റാണ്. KL46 ഗുരുവായൂർ വണ്ടി തന്നെയാണ്. ഇവിടെ ഇങ്ങനെ 4 സ്വിഫ്റ്റ് ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് അല്ലേ? അതിൽ പെട്രോളുണ്ട്, ഡീസലുണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, എല്ലാം ഉണ്ട്, മാനുവലുണ്ട്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022. ഓക്കെ, 22 ലാസ്റ്റ് വണ്ടി, 7 മാസം വണ്ടി. ഇത് ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് വന്നു. ഓക്കെ, നമ്മളെല്ലാം കാണിക്കുന്നില്ല, ബാക്കി ഡീറ്റെയിൽ പറഞ്ഞുതരാം അല്ലേ? അതെ, 2022 ആണ്. 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. AMT ആണ് ഗിയർ ബോക്സ് വരിക. VXI അല്ല? അതെ. മിഡിൽ ഓപ്ഷൻ പെട്രോൾ. ഓക്കെ, ഒരു 17 വരെയൊക്കെ എന്തായാലും മൈലേജ് കിട്ടും അല്ലേ? കിട്ടും. ഇതിൽ തന്നെ വലിയൊരു വെയിറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ മൈലേജ് കിട്ടും. അതെ. സർവീസ് 5,000 ആണ്. പീരിയോഡിക്കൽ സർവീസ് പോയിട്ടുണ്ടോ? ഇനി ലാസ്റ്റ് സർവീസ് 5,000 സർവീസ് കഴിഞ്ഞു. ഇനി 10,000 സർവീസ് ഉണ്ട്. 15 വരുന്നുണ്ടോ സർവീസ്? 15. അപ്പോൾ വളരെ ലോ കിലോമീറ്റർ, ഒരു ഷോറൂം കണ്ടീഷൻ എന്ന് വിളിക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. അത്രയേ ഉള്ളൂ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് 7,50 കൊടുക്കാം. 7,50,000 രൂപയ്ക്ക് 2022 വെറും 5,000 കിലോമീറ്ററോടെ VXI ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് സ്വന്തമാക്കാം. ഓക്കെ, വില ഫൈനലാണോ ഇത്? ലാസ്റ്റ് ആയിട്ടാണ് 7,50,000. ഓക്കെ, ഇത് ആൾക്ക് എടുക്കുമ്പോൾ സീറ്റ് കവറും എല്ലാ ഫിറ്റിങ്സ് എടുക്കാൻ 9,30 വന്നെന്ന് പറഞ്ഞത്. 9,30. വണ്ടിയുടെ വില ഇപ്പോൾ 7,85 ഉണ്ട്. 8,85. ഓക്കെ, മാരുതി വണ്ടി പൊതുവേ ഡിപ്രിസിയേഷൻ കുറവായിരിക്കും. 1 ലക്ഷം രൂപ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താല്പര്യമുള്ളവരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. 5,000 കിലോമീറ്റർ മാത്രമേ ഓടിക്കൂ. അതാണ് ഹൈലൈറ്റ്. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ സ്വിഫ്റ്റാണ്. ഇനിയും 2 സ്വിഫ്റ്റ് ഉണ്ടായി. ജസ്റ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് KL46 ഗുരുവായൂർ രജിസ്ട്രേഷനുള്ള വാഹനം തന്നെയാണ്. പറഞ്ഞോളൂ. ഇത് 2019 മോഡൽ. ഓക്കെ, ഡീസൽ
ഡീസലല്ലേ? 22 എബോ അല്ല മൈലേജ്? അതെ അതെ 22 എബോ മൈലേജ്. മാനുവൽ? മാനുവൽ. ഓക്കെ. 2019 അല്ലേ? 19 LD ആണ് കേട്ടോ. ബേസ് ആണ്. ബേസിൽ ഡീസൽ. 2 ഡോർ പവർ വിൻഡോ ഉണ്ടാവും. പറയുന്നുണ്ട്. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും? ഒന്നുമില്ല. ഓട്ടോ എത്ര പോയി? 50,000 കിലോമീറ്റർ. ഓക്കെ. പെട്രോൾ വണ്ടി ഓട്ടോ പോയിട്ടുള്ളൂ? അതെ. ഓക്കെ. ഒരു ക്ലെയിമുമില്ല, സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർ. പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? നമുക്ക് 6,20,000 കൊടുക്കാം. 6,20,000 രൂപയ്ക്ക് 2019 LDI 50,000 കിലോമീറ്റർ ഓടിയ ഡീസൽ സ്വിഫ്റ്റ് സ്വന്തമാക്കാം. മാനുവൽ. അതേപോലെ 2019 പെട്രോൾ ഉണ്ട് നമുക്ക് 5,85,000 കൊടുക്കാം. ഓക്കെ. 40,000 ഓടിയിട്ടുള്ളൂ. 2 വണ്ടി. 2 വണ്ടി സെയിം ആണ്. സെയിം ആണ്. ഓക്കെ. അപ്പോൾ അതും ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. റെഡ് കളറും ഉണ്ട്, വൈറ്റും ഉണ്ട്. ഓക്കെ. വൈറ്റ് പിന്നെ ഒരു ഗ്രേ, അതാണ് ഇവിടെ സ്വിഫ്റ്റ് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ അത്രയേ ഉള്ളൂ. ലോൺ ഒരു 5,3 കയറും അല്ലേ? കിട്ടില്ല, മാക്സിമം കിട്ടുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും തൽക്കാലത്തേക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ? ഇനി പുതിയ സ്റ്റോക്ക് വന്നിട്ട് നമുക്ക് വീണ്ടും ചെയ്യാം. അപ്പോൾ ഷോറൂം ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. തൃശ്ശൂർ ജില്ലയിൽ മമ്മിയൂരാണ്, ഗുരുവായൂരിൻ്റെ അടുത്ത് മമ്മിയൂർ കുന്നംകുളം റൂട്ടിൽ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് രാജ ഇന്ത്യൻ ഓയിൽ പമ്പ്, അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ലൊക്കേഷൻ, കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർസ് പോട്ടെ, ലൈക്ക് വരട്ടെ, നിങ്ങളുടെ കമൻസൊക്കെ തന്നെ രേഖപ്പെടുത്തണം, അതും വിട്ടുപോകരുത്. അപ്പോൾ നമ്മൾ വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പുതിയ വാഹനങ്ങളുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫോണിൽ വാട്സപ്പ് ചാനൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഹുസൈൻ കാ, താങ്ക്സ്. എല്ലാവർക്കും നന്ദി. ബൈ.